ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വാർക്കയുടെ അകത്ത് വാർക്ക ചെയ്യുന്ന സമയത്ത് മെയിൻ വാർക്ക് ചെയ്യുന്ന സമയത്ത് സ്ലാബിലിടാൻ പറ്റുന്ന എൽ ഇ ഡി ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 വാട്ട്, 2 വാട്ട്, 3 വാട്ട്, അതുപോലെ തന്നെ 6 വാട്ട്, പിന്നെ അതുപോലെ തന്നെ 9 വാട്ട്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന 15 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഓരോ വാട്ടിനും കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര വാട്ടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈറ്റ്. അത് നമ്മൾ ആദ്യമേ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യമേ തന്നെ ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ റൗണ്ടോ സ്ക്വയറോ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ലൈറ്റിൻ്റെ ബാക്ക് കണ്ടോ, ഇത് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ആവശ്യമുള്ള ലൈറ്റിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം കളഞ്ഞ് ആ ലൈറ്റ് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ റൗണ്ടും ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് 6 വാട്ടാണ് മാക്സിമം കൊടുക്കുന്ന ബോക്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ പല ബോക്സുകളും വരുന്നുണ്ട്. നമുക്ക് 15 വാട്ട്സ് വരെ കൊടുക്കാവുന്ന, 18 വാട്ട്സ് വരെ, 15 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ബോക്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ കണ്ടോ, ഈ രണ്ട് നമ്മളോട് ഇത് ഇടുന്നത് ഹൈറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാർക്കയുടെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ്, അതായത് ഐസൈ പൈപ്പ് കാര്യങ്ങൾ ഇടാണെങ്കിൽ ഏറ്റവും നല്ലത് പൊട്ടൽ വരാതിരിക്കാനും ചവിട്ടി പൊട്ടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോകാനുള്ള ചാൻസ് വൈബ്രേറ്റർ ഇടുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേറ്റർ ഇടുന്ന സമയത്ത് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പശ വെച്ച് ഒട്ടിച്ചിടാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതാണ് അതിൻ്റെ ബോക്സിൻ്റെ ഫുൾ വരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 1.25 ഇഞ്ച് കനം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ വാർക്കയുടെ അകത്ത് ഇടുന്ന സമയത്ത് വാർക്കയ്ക്ക് ഏകദേശം 4 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെ കനം കൊടുക്കാറുണ്ട്. അപ്പോൾ 1.25 ഇഞ്ച് മാത്രമാണ് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ലീക്ക് വരുമെന്നോ കാര്യങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ട് ലീക്ക് വരാനുള്ള ചാൻസ്, മെയിൻ വാർക്കയിൽ ഇട്ടണമെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ. ഇത് 1.25 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ കമ്പിയുടെ, അതായത് നമ്മുടെ മാർക്ക് കമ്പിയുടെ അടിയിലാണ് മാക്സിമം കൊടുക്കേണ്ടത്. നമുക്ക് ഈ കവർ ഇങ്ങനെ ഉണ്ടാകും, ജസ്റ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഈ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്മുടെ വയറ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും സ്പേസാണ് നമുക്ക് പാനൽ ലൈറ്റ്സ് ഇടാനായിട്ട് ഇടുന്നത്. ഇത്ര നമുക്ക് ഈ പറഞ്ഞുണ്ട് നോക്കൗട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 സൈഡും വരുന്ന നോക്കൗട്ട് പൈപ്പുകൾ നമുക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു ബോക്സിൽ നിന്ന് അടുത്ത ബോക്സിലേക്ക് വേണമെങ്കിൽ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാം. എന്നാൽ മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഇതിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാർക്കയുടെ അകത്തോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈറ്റ് കൂടി ഇട്ട് ചെയ്യുന്ന സമയത്ത് ആ വയറ് ടൈറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല അഡാപ്റ്റർ ചൂടാവുന്ന സമയത്ത് വയറിന് അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന മെയിൻ വയറുകൾ ഉരുകി പോകാനുള്ള ചാൻസും വലിയ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ സർക്യൂട്ട് കാര്യങ്ങൾ ഇതിൽ വലിക്കാതിരിക്കുന്നതായിട്ടാണ് നല്ലത്. നമ്മൾ സാധാരണ ലൈറ്റിന് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബോക്സ് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ സ്ലാബിന് വാർക്കയുടെ അടിയിലാണ് ഞാൻ പറഞ്ഞു, അതായത് കമ്പിയുടെ താഴെ ആയിരിക്കണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കണ്ടോ, ഇതുപോലെ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തട്ടടിച്ചതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കിട്ടണം. പൊങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് ആ 4 ഇഞ്ച് കനം എന്ന് പറയുന്ന വാർക്കയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകും. അപ്പോൾ കമ്പിയുടെ താഴെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അതായത് നമ്മുടെ മെയിൻ തട്ടിനോട് ചേർന്നിട്ട് തന്നെ വെച്ച് ആ കമ്പി അതിൻ്റെ മുകളിൽ ആ ബോക്സിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് ഇതേപോലെ ചേർന്ന് കിട്ടും. അതായത് വാർക്കയുടെ ചേർന്ന് കിട്ടും നമുക്ക് ആവശ്യമുള്ള ലൈറ്റ്. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന 3 വാട്ടിനുള്ള ലൈറ്റിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ നോക്കൗട്ട് കളഞ്ഞിരിക്കുന്നത്. 3 വാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവറേജ് പിന്നെ ഇത് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് 6 വാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നോക്കൗട്ട് കളഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം ഫുൾ അനിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം, എങ്ങനെയാണ് വാർക്കയുടെ അകത്ത് ഇടണേന്ന്, അതായത് കമ്പിയുടെ അകത്ത് ഇടണേന്ന് അറിയണമെന്ന് താല്പര്യം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time